നമസ്കാരം. BDJS കടുത്ത അസംതൃപ്തിയിൽ UDFിലേക്ക് പോകാൻ നീക്കം. മാതൃഭൂമി പത്രം ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു കോളം വാർത്തയാണിത്. മാതൃഭൂമിയുടെ 7-ാം പേജിലാണ് ഈ വാർത്ത വന്നത്. അതിനെ വലിയ കാര്യമായൊന്നും മറ്റു മാധ്യമങ്ങൾ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. മാതൃഭൂമിയുടെ വെബ്സൈറ്റിലും ഇതേ വാർത്ത കണ്ടിരുന്നു. കാരണം BDJS വേണമെങ്കിൽ പോകട്ടെ, പോയി കഴിഞ്ഞാലും ഒരു ചുക്കുമില്ല, പോയാൽ കുറച്ചൊക്കെ നന്നാവും NDA മുന്നണി. ഇത് ഞാൻ പറയുന്നതല്ല, BJPയുടെ പല അണികളും പറയുന്നതാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം BDJSനെ അത്ര വല്ല പഥ്യമൊന്നും നമ്മുടെ BJPയുടെ നേതാക്കൾക്കല്ലാതെ സാധാരണ പാർട്ടി പ്രവർത്തകർക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇനി BDJS പോകുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? UDFിലേക്ക്. അണികൾ അസംതൃപ്തരാണത്രേ. ഈ അണികൾ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും തികയാത്ത അണികളെ ഉള്ളൂ എന്നാണ് സൈബർ അടങ്ങളിലടക്കം BJPയെ അനുകൂലിക്കുന്ന പലരും പറയുന്നത്. അതേതാണ്ട് സത്യമാണ് എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ടത്രേ ഈ BDJS. ഈ BDJSൻ്റെ പ്രസിഡൻ്റായ തുഷാർ വെള്ളാപ്പള്ളി ഇല്ലാത്ത ഒരു യോഗത്തിലാണത്രേ ഇത്തരത്തിൽ അതിലെ നേതാക്കന്മാർ അതൃപ്തി അറിയിച്ചത്. പറയുന്നത് മാതൃഭൂമിയാണ്, തുഷാർ വെള്ളാപ്പള്ളിയല്ല. പക്ഷേ BDJS പോകുന്നില്ല. എങ്ങോട്ട് പോകുവാൻ? ഈ വാർത്ത വന്ന് അധികം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി ഫേസ്ബുക്കിൽ കാര്യമായ രീതിയിൽ ഒരു പോസ്റ്റും ഇട്ടു. തുഷാറിൻ്റെ പോസ്റ്റ് അധികമാരും കണ്ടില്ല. അത് മനസ്സിലാക്കിയ ശ്രീമാൻ K. സുരേന്ദ്രൻ ഈ പോസ്റ്റ് എടുത്ത് ഷെയറും ചെയ്തു. പോസ്റ്റ് ഇത്തരത്തിലാണ്: കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ NDAക്കുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റ വളർച്ച പല രാഷ്ട്രീയ ചേരികളെയും ചൊടിപ്പിക്കുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ ഉയർന്നു വരുന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഇത്തരത്തിലുള്ള ചേരികളിൽ നിന്നും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ തുടങ്ങുകയാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പോസ്റ്റ്. ഇതിൻ്റെ രത്ന ചുരുക്കം ഇത്ര തന്നെയാണ്: NDAക്കൊപ്പം അടിയുറച്ചു നിൽക്കുവാനാണ് BDJSൻ്റെ പ്ലാൻ. ഈ BDJSൻ്റെ സ്ഥാപക പ്രസിഡൻ്റായ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് അടുത്ത മുഖ്യമന്ത്രിയാവുവാൻ കോൺഗ്രസിൽ നിന്നും ഏറ്റവും മികച്ച യോഗ്യനായ നേതാവ് രമേശ് ചെന്നിത്തലയാണത്രേ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അത്ര പോരാ. തങ്ങളെപ്പോലുള്ള മുതലാളിമാരെ മാനിക്കുന്നതിൽ അദ്ദേഹം അത്ര കണ്ട് പോരാ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മാനിച്ച് ലാളിത്യത്തോടുകൂടി ഇതുപോലത്തെ സമുദായ നേതാക്കളെയൊക്കെ കണ്ട് തൊഴുത് കയ്യിൽ മുത്തുന്ന രമേശ് ചെന്നിത്തല തന്നെയാവണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ BDJS കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവിതാംകൂർ ഭാഗത്തെ വോട്ടുകൾ കുറെ കോൺഗ്രസ്സിന് സമാഹരിക്കാൻ പറ്റുമത്രേ. നമ്മുടെ ജോസ് കെ മാണി പോയ ഒഴിവിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ വെള്ളാപ്പള്ളി നടേശൻ വഴി BDJS വഴി പോക്കറ്റിലാവുമെന്നും ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും സ്വപ്നം കാണുന്നുണ്ട്. എന്ത് നല്ല സ്വപ്നം! 2021 നിയമസഭാ ഇലക്ഷനിലും ഇമാതിരിയുള്ള ചില പയറ്റുകൾ അന്തർനാടകങ്ങളായി നടന്നു അത്രേ. നമ്മുടെ BDJS കോൺഗ്രസ്സിലെത്തിക്കഴിഞ്ഞാൽ 6 സീറ്റിൽ മത്സരിക്കുവാൻ കൊടുക്കും. എങ്ങാനും മുന്നണി അധികാരത്തിൽ വന്നാൽ UDFിൽ ഒരു മന്ത്രിസ്ഥാനവും BDJSന് കൊടുക്കും. ഇതായിരുന്നു അത്രേ ഇതിൻ്റെ ഒരു ഡീൽ. പക്ഷേ അത് പാളിപ്പോയെന്നും കേൾക്കുന്നു. സംഭവം അങ്ങനെ നടക്കുവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. പക്ഷേ നടേശ മുതലാളിയും മുതലാളിയുടെ മകനുമാണ് ഈ പാർട്ടിയുടെ വലിയ നേതാക്കൾ. ബാക്കിയുള്ള നേതാക്കൾ അസംതൃപ്തരായാൽ അങ്ങ് അസംതൃപ്തരായി അവിടെ ഇരുന്നാൽ മതിയെന്ന് മുതലാളിയും മകനും പറയും. ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ പോലും മുതലാളിക്കോ മകനോ യാതൊരുവിധ വിഷമവുമില്ല. വിഷമവും മൊത്തം നമ്മുടെ BJPയുടെ അധ്യക്ഷനായ K. സുരേന്ദ്രനും സുരേന്ദ്രനെ പോലെ കുണ്ടിത്തപ്പെടുന്ന വേറൊരു നേതാവ് V. മുരളീധരനാണത്രേ. അദ്ദേഹത്തിനും വിഷമമാണ്. അപ്പോൾ ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ഈ പറയുന്ന BDJSും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമെന്ന് പലരും പരസ്യമായും രഹസ്യമായും പറയാറുമുണ്ട്. പക്ഷേ ഒരു കാര്യം ആദ്യം പറഞ്ഞു തന്നെ പറയാം: BJPയുടെ അണികൾ BDJSൻ്റെ കാര്യത്തിൽ എത്രത്തോളം സംതൃപ്തരാണ് എന്നുള്ളത് BJPയിലെ നേതാക്കൾ തന്നെ പരിശോധിക്കണം. ഇപ്പോൾ 30 ജില്ലകളാക്കി തിരിച്ച് നിയമസഭാ ഇലക്ഷൻ്റെ പ്രചരണത്തിനായി BJP ഇറങ്ങുമ്പോൾ അതിൽ എത്രത്തോളം പ്രസക്തി BDJSനുണ്ട് എന്നും പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2016 ഇലക്ഷൻ സമയത്താണ്
നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുത്തുകൊണ്ട് BDJS എന്ന പാർട്ടി കിടന്നു വരുന്നത്. അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു റാലിയും നടേശ മുതലാളി നടത്തി. ഇലക്ഷൻ വോട്ട് ചെയ്തതിന് ശേഷം ഒരു കുടത്തിനകത്ത് താമര വിരിയുമെന്ന് ഉറക്കെ പറഞ്ഞു. കുടം നിറഞ്ഞില്ല, പക്ഷേ താമര വിരിഞ്ഞു അങ്ങ് നേമത്ത്. അത് BDJSൻ്റെ കഴിവുകൊണ്ടാണോ എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും കുടം അത്ര കണ്ട് നിറഞ്ഞുമില്ല, താമര അങ്ങ് കണ്ട് വിരിഞ്ഞുമില്ല. പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ ജയം, അതിലും BDJSന് എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പോയി തന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ പാർട്ടി രക്ഷപ്പെടും എന്ന് കരുതുന്ന അണികൾ കുറച്ചൊന്നുമല്ല BJPയിൽ. അതുപോലെ ഇവരെ താങ്ങുന്ന നേതാക്കളും ഇവരോടൊപ്പം അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെയും രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ അണികൾ കേരളത്തിൽ തന്നെയുണ്ട്. സൈബർ ഇടങ്ങളിൽ അവരുടെ ഈ വികാരം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഒന്ന് പോയി തന്നിരുന്നുവെങ്കിൽ. നന്ദി, നമസ്കാരം.